ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് ഗണ്ണേഴ്സേ, എന്താണ് അടിപൊളിയല്ലേ, ഉഷാറല്ലേ? എത്ര പേര് ഉറങ്ങിയിട്ടുണ്ടാവും എന്നുള്ളത് എനിക്കറിയില്ല. ഏതായാലും ചിലരൊക്കെ ഉറങ്ങാതെ തന്നെ ആയിരിക്കും ഇന്ന് പണിക്ക് പോയിട്ടുണ്ടാവുക, പഠിക്കാൻ പോയിട്ടുണ്ടാവുക. ചിലരൊക്കെ വളരെ ചെറിയ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു സമൂഹമൊക്കെ ഉറങ്ങാണ്ടിരുന്നിട്ട് ഇന്ന് ചിലപ്പോൾ കാലത്തേക്ക് ഇരുന്ന് ഉറങ്ങിയിട്ടൊക്കെ ഉണ്ടാവും. എന്തായാലും കളി കഴിഞ്ഞിട്ട് ഡെക്ലൻ റൈസ് എന്താണ് പറഞ്ഞതെന്നുള്ളത് കേട്ടിരുന്നുണ്ടാവില്ലേ? ആർടെറ്റ് എന്താണ് പറഞ്ഞതെന്നുള്ളത് നോക്കിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഹൈലൈറ്റ്സ് എത്ര തവണ കണ്ടിട്ടുണ്ടാവും. പിന്നെ റിവ്യൂകൾ, മറ്റ് വീഡിയോകൾ, എന്താല്ലേ കാരണം അമ്മാതിരി ഒരു വിജയമല്ലേ പുൾ ഓഫ് ചെയ്തത്. എത്ര പേര് ബിരിയാണി കഴിച്ചു? ഇന്നലെ എന്തായാലും എമിറേറ്റ്സിലെ പീരങ്കിപ്പട രാജാക്കന്മാർക്ക് നല്ല ഡെക്ലൻ ബിരിയാണി വിളമ്പെന്നാണ് നമ്മൾ കണ്ടത്. വാട്ട് എ ഗ്രേറ്റ് പെർഫോമൻസ് മാൻ. ആർസണലിൻ്റെ വല്ലാത്തൊരു പെർഫോമൻസാണ് നമ്മൾ എമിറേറ്റ്സിൽ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നത് ചാമ്പ്യൻസ് ലീഗിൽ. അതായത് ഈ എമിറേറ്റ്സ് സ്റ്റേഡിയത്തിനെ സംബന്ധിച്ചിടത്തോളം 2 പതിറ്റാണ്ടുകളായി അത് പിന്നെ നിലവിൽ വന്നിട്ട് അവിടുത്തെ ഏറ്റവും മികച്ച രാത്രി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ആർസണലിലെ തന്നെ ഫുട്ബോൾ ക്ലബ്ബിലെ ഏറ്റവും മികച്ച യൂറോപ്യൻ രാത്രിയാണ് സംഭവിച്ചുള്ളത്. യൂറോപ്യൻ രാജാക്കന്മാർക്കെതിരെ വളരെ കൺവിൻസിങ് ആയിട്ടുള്ള 3-0 വിജയമാണ് കരസ്ഥമാക്കിയിട്ടുള്ളത്. അതിൽ തന്നെ ജൂഡ് ബെല്ലിംഗാം ഒക്കെ മത്സരത്തിന് ശേഷം പറഞ്ഞത് 3-0 നിന്നത് ഭാഗ്യമായി എന്നാണ്. അതായത് 3-1 നിൽക്കേണ്ട തരത്തിലൊരു മത്സരമായിരുന്നില്ല. തിബോ കോർട്ടുവ നല്ല രീതിയിലുള്ള സേവുകൾ പുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ഗോൾ ലൈൻ ക്ലിയറൻസുകൾ റയൽ മാഡ്രിഡ് നടത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത് 3 നിൽക്കേണ്ട തരത്തിലൊരു മത്സരമായിരുന്നു. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ ആർസണൽ അങ്ങോട്ട് വല്ലാത്ത രീതിയിലാണ് റോർ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മാത്രമല്ല ഇംഗ്ലീഷ് ഫുട്ബോളിനെ റെവല്യൂഷനൈസ് ചെയ്തിട്ടുള്ള, അതേപോലെ തന്നെ ഒരുപാട് ഗ്ലോബൽ ഫാൻസിനെ ആർസണൽ കൊണ്ടെത്തിച്ചു കൊടുത്തിട്ടുള്ള, ഇംഗ്ലീഷ് ഫുട്ബോളിനെ തന്നെ ഗ്ലോബലൈസ് ചെയ്യപ്പെടുന്നതിന് വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഫ്രഞ്ച് ഇതിഹാസമായിട്ടുള്ള ആർസെൻ വെങ്കർ എന്ന് പറയുന്ന ആ ഒരു ചങ്ങായും, അതേപോലെ തന്നെ ഡേവിഡ് ഡീനും മറ്റു ചിലരൊക്കെ മുൻകൈ എടുത്തുകൊണ്ടാണ് ഈ എമിറേറ്റ്സ് സ്റ്റേഡിയം പണിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ ഈ ഒരു സ്റ്റേഡിയം പണിയുന്ന സിനാരിയോയിൽ അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് മാറുന്ന അവസരത്തിൽ ഇത്തരത്തിലുള്ള രാത്രികൾ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ടാവുന്നതാണ്. അതായത് ആലോചിച്ച് നോക്കിയേ, 60,000-ൽ പരം ഗണ്ണേഴ്സ് ഇങ്ങനെ ഇരുന്നു കൊണ്ട് ചാൻഡ് ചെയ്തും മന്ത്രം മുഴക്കിയും ടീഫോ ഉയർത്തിക്കാണിച്ചും ടീമിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആർപ്പ് വിളിക്കുന്നതും, അതിൽ റയൽ മാഡ്രിഡിനെ പോലെയുള്ള വലിയൊരു ക്ലബിനെ ഇമാതിരി ഒരു പെർഫോമൻസിലൂടെ പരാജയപ്പെടുന്നതൊക്കെ അവർ സ്വപ്നം കണ്ടതാണ്. ഹൈബറി എന്ന് പറയുന്ന അവരുടെ വലിയ ചരിത്ര പ്രാധാന്യമുള്ള ആ ഒരു സ്റ്റേഡിയത്തിൽ നിന്ന്, എന്നാൽ അതിന് 38,000 കപ്പാസിറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്ന് എമിറേറ്റ്സിലേക്ക് വരുമ്പോൾ ഇതൊക്കെ ആർസെൻ വെങ്കറും ആർസണലിൻ്റെ ഈ ഒരു സ്റ്റേഡിയത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള രാത്രികൾ ഒരുപാട് അവിടെ സംഭവിച്ചിട്ടില്ല, അതൊരു യാഥാർത്ഥ്യമാണ്. മാത്രമല്ല നമ്മൾ ആർസണലിൻ്റെ റീസെൻ്റ് ആയിട്ടുള്ള യൂറോപ്യൻ രാത്രികളിലെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആഗണി അവർ നേരിട്ടിട്ടുണ്ട് അല്ലേ, ഒരുപാട് വേദനകൾ അവരനുഭവിച്ചിട്ടുണ്ട്. ഇതും ഇപ്പോഴും ഈ ടൈ തീർന്നിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ്. 90 മിനിറ്റ് ഫുട്ബോൾ സാന്റിയാഗോ ബെർണബേയിൽ ഇനിയും നടക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമുക്ക് അടിവരയിട്ട് പറയേണ്ട തരത്തിലുള്ള സംഭവമാണ്. പക്ഷേ അവർ സ്ട്രോങ് ഫേവറേറ്റ്സ് ആണ് സെമി ഫൈനലിലേക്ക് പ്രവേശിക്കാൻ. ഒന്ന് ആലോചിച്ച് നോക്കണം, 2009 അവർ അവസാനമായിട്ട് ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനലിലേക്ക് പ്രവേശിച്ചുള്ളത്. അതിനുശേഷം ആർസണൽ പോലെയുള്ള ഒരു ബിഗ് ക്ലബിനെ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനലിലേക്ക് എത്താൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ അവർ ആർസണൽ ആരാധകർ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഈ ഒരു കാലയളവിൽ. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഈ ഒരു വിക്ടറി, ഈ ഒരു സ്റ്റാൻഡ് അലോൺ വിക്ടറി അവർ എൻജോയ് ചെയ്യുന്നതിൽ ഒന്നും പറയാനില്ല എന്നുള്ളതാണ്. മാത്രമല്ല അതിനാരെങ്കിലും അവരെ ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശരിയായിട്ടുള്ളൊരു പരിപാടിയല്ല. ശരിയാണ്, ഈ ഒരു സെക്കൻഡ് ലെഗ് ബാക്കിയുണ്ട്. ഒരു പക്ഷേ മിറാക്കിൾ ക്ലബ്ബായിട്ടുള്ള റയൽ മാഡ്രിഡ് സാന്റിയാഗോ ബെർണബേയിൽ മിറാക്കിൾ നടത്തിയിട്ട് കംബാക്ക് നടത്തി കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു വിജയം അവർക്ക് ആഘോഷിക്കാം, അവർ അതിന് അർഹരാണ്. എൻജോയ് ചെയ്തോളൂ, ആരും നിങ്ങളെ തടയുന്നില്ല. 90 മിനിറ്റ് ഫുട്ബോൾ ഇനിയും ഈ ടൈല് ബാക്കിയുണ്ട് എന്ന് കൺസിഡർ ചെയ്യുമ്പോഴും. പിന്നെന്താണ്, നമ്മൾ ഈ ആർസണൽ ഫാൻസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ തന്നെ അവർ ഒരുപാട് ട്രോഫികളുടെ കഥയൊന്നും അവർക്ക് റീസെൻ്റ് ആയിട്ടുള്ള ഹിസ്റ്ററിയിൽ പറയാനില്ല. പക്ഷേ അവർ ഈ ക്ലബിനെ നെഞ്ചിലേറ്റുന്നതിന് പല കാരണങ്ങളുണ്ടായിരിക്കും. ഓരോരുത്തരും ഓരോ ക്ലബിൻ്റെയും ആരാധകരാകുന്നതിന് പല കഥകളുണ്ടായിരിക്കും. ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് സ്റ്റോറീസ് നമ്മുടെ മുമ്പിൽ പറയാനുണ്ടായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ആർസെൻ വെങ്കർ ഇറയിലൊക്കെ ഒരുപാട് ആളുകൾ ആർസണലിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും അവരുടെ ആ ഒരു കളി മികവിൻ്റെ പുറത്ത് തന്നെയാണ്, അവരുടെ സുന്ദരമായിട്ടുള്ള ആ ഫുട്ബോൾ തന്നെയാണ് അവരെ പ്രണയത്തിലാക്കിയിട്ടുണ്ടായിരുന്നത്. തിയറി ഓൺറിയും ഡെന്നിസ് ബെക്കാമും പിന്നീട് സെസ്ക് ഫാബ്രിഗാസും കസോർലയും മെസൂട്ട് ഒസീലും ഒക്കെ അവിടെ ഫുട്ബോൾ കളിക്കുന്ന നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ ആ ഒരു ബ്യൂട്ടിഫുൾ ഫുട്ബോൾ തന്നെയാണ് പലരെയും ആർസണൽ ഫാൻസാക്കി മാറ്റിയിട്ടുണ്ടായിരിക്കുക.
ഒപ്പം നമുക്കറിയാം ഫുട്ബോൾ ഫാൻസ് സംബന്ധിച്ചോളം ട്രോഫികൾ അടിക്കുക, ആ ട്രോഫികൾ അടിക്കുമ്പോൾ അത് തരുന്നൊരു ലഹരിയുണ്ട്, അത് വല്ലാത്തൊരു സംഭവമാണ്. അത് എൻജോയ് ചെയ്യുന്നവർ തന്നെയാണ് ഫുട്ബോൾ ആരാധകർ എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ സ്പോർട്സിനെ സ്നേഹിക്കുന്നവർക്ക് അവരുടെ ക്ലബ്ബ് അല്ലെങ്കിൽ അവരുടെ ടീം കപ്പടിക്കുന്നത് കാണാൻ തന്നെയാണ് എല്ലാവരും ഇരിക്കുന്നത്. പക്ഷേ അത് മാത്രമല്ല എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. അത് മാത്രമല്ല, മറ്റ് പല ഘടകങ്ങളുണ്ടാവും, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് അല്ലെ. എല്ലാവരും ഇപ്പോൾ എന്താണ് ട്രോഫികളുടെ എണ്ണം നോക്കിയിട്ടും അല്ലെങ്കിൽ ഓരോ ഡിബേറ്റിനും ട്രോഫികളുടെ എണ്ണം പറഞ്ഞ് മാത്രം അല്ല വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുന്നുണ്ടായിരിക്കുക. മറ്റ് പല ഘടകങ്ങളുണ്ടായിരിക്കും. അത് എനിക്ക് ഉള്ളതായിരിക്കില്ല, നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. അപ്പോൾ എന്തായാലും ആർസനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ക്ലബ്സ് ഇൻ ദ വേൾഡാണ്, വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ക്ലബ്സ് ഇൻ ഇംഗ്ലണ്ടാണ്. ഒരുപാട് സക്സസിൻ്റെ ചരിത്രം പറയാനുള്ള ഒരു ക്ലബ്ബാണ്. പക്ഷേ നമുക്കറിയാം റീസെൻ്റ് ആയിട്ടുള്ള അവരുടെ ഹിസ്റ്ററിയിൽ ഒരുപാട് സക്സസിൻ്റെ കഥയൊന്നും അവർക്ക് പറയാനില്ല. പക്ഷേ ഇപ്പോഴും ആ ക്ലബിനെ ഇങ്ങനെ നെഞ്ചിലേറ്റുന്നവരുണ്ടല്ലോ. അതാണ് നമ്മുടെ ഉള്ളിലേക്ക് ഒരു ക്ലബിൻ്റെ അല്ലെങ്കിൽ ഒരു ടീമിൻ്റെ ആ ഒരു പ്രണയാസ്ത്രം അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതവിടെ അങ്ങനെ തറച്ചു നിൽക്കും. അത് പിന്നെ എടുത്തു കളയാനൊന്നും പറ്റുന്നൊരു സംഭവമൊന്നുമല്ല. അപ്പോൾ നമ്മളെന്താണ് ത്രൂ ദ തിക്ക് ആൻഡ് തിൻ അവരുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ രാത്രികൾ ആഘോഷിക്കാനുള്ള സംഭവം വേണം. മാത്രമല്ല ആർസനലിൻ്റെ ഈ ഒരു സീസൺ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻമെൻറ്റ്സ് നിറഞ്ഞിട്ടുള്ളൊരു സീസണാണ് അല്ലേ. ഒരുപാട് മോശം അനുഭവങ്ങൾ ഈ സീസണിൽ ഉണ്ടായിട്ടുണ്ട്. റെഫറിങ് ഡിസിഷൻസ് ആണെങ്കിലും അനാവശ്യമായിട്ടുള്ള റെഡ് കാർഡുകളാണെങ്കിലും ഒപ്പം എന്താണ് കപ്പ് എക്സിറ്റുകളാണെങ്കിലും ലീഗ് ടൈറ്റിൽ റേസിൽ അവരുണ്ടായിട്ട് അതിൽ നിന്നും അങ്ങോട്ട് വഴുതി പോകുന്ന സിനാരികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ സീസണും അതേ രീതിയിൽ തന്നെ കട്ടക്ക് നിന്നിട്ട് അവസാനം വെച്ചിട്ട് എന്താ പറയുക ഒന്നുമില്ലാണ്ടാകുന്ന അവസരങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടാണ്. അപ്പോൾ എന്താണ് ആ സംബന്ധിച്ചിടത്തോളം ഇനി ആകെയുള്ള ഈ സീസണിലെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഈ ചാമ്പ്യൻസ് ലീഗ് ടൈറ്റിലാണ്. അത് അവർ ഇപ്പോഴും അടിക്കാൻ ഫേവറേറ്റ്സ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. പക്ഷേ എന്താണ് ഇത്തരത്തിലുള്ള രാത്രികൾ വരുമ്പോൾ അത് എൻജോയ് ചെയ്യാനുള്ളതാണ്. അത് സ്റ്റാൻഡ് അലോൺ ആയിട്ട് ആ വിക്ടറി എൻജോയ് ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പിന്നെന്താണ് ഞാൻ പറഞ്ഞല്ലോ, ട്രോഫികൾ അടിക്കുമ്പോൾ കിട്ടുന്നതിൻ്റെ ആ ഒരു വല്ലാത്തൊരു അനുഭൂതി, അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഓരോ ആരാധകനും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അത് ആർസനലിന് നേടാൻ സാധിക്കുമില്ല എന്നുള്ളത് കണ്ടറിയേണ്ട സംഭവമാണ്. എന്തായാലും ഈ വിക്ടറി നിങ്ങൾ എൻജോയ് ചെയ്യുക. റയലിനെ സംബന്ധിച്ചിടത്തോളം അരിയത്ര പയറഞ്ഞാഴി എന്ന് പറഞ്ഞ പോലത്തെ പരിപാടിയായിരുന്നു. ഉത്തരം മുട്ടിപ്പോയി, അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആർസനൽ ഉന്നയിച്ച ഓരോ ചോദ്യവും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്തരവും അവർക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു പെർഫോമൻസ് ആയിരുന്നു ആർസനൽ ഭാഗത്ത്. ടാക്റ്റിക്കലി കാർലോ ആൻചെലോട്ടിയുടെ ടീമിനെ കംപ്ലീറ്റ്ലി ഔട്ട് ക്ലാസ് ചെയ്യാൻ, ഔട്ട് പ്ലേ ചെയ്യാൻ ആർട്ടറ്റയുടെ ടീമിന് സാധിച്ചിരിക്കുകയാണ്. റയൽ മാഡ്രിഡിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ റീസെൻ്റ് ആയിട്ടുള്ള പല പെർഫോമൻസുകളും ഇത്തരത്തിൽ തന്നെ ആയിരുന്നു എന്നുള്ളത് ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിൽ പലതും അവർ ഇൻഡിവിജ്വൽ ബ്രില്യൻസിലൂടെ വിജയിച്ച് കയറുന്നുണ്ടായിരുന്നു. പക്ഷേ വലൻസിയ ഇപ്പോൾ അവരെ ഈ മത്സരത്തിന് മുമ്പായിട്ടുള്ള ലാലിഗ മത്സരത്തിൽ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ടാണ് ഈ മത്സരത്തിൽ എനിക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം അതിൽ കണ്ട പല പ്രശ്നങ്ങളും ഈ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. വലൻസിയേക്കാൾ എത്രയോ 10 മടങ്ങ് ബെറ്ററായിട്ടുള്ളൊരു ഒപ്പോണൻ്റാണ് ആർസനൽ. ആർസനലാണെങ്കിൽ ഒരു ജെനുവിൻ നാച്ചുറൽ സ്ട്രൈക്കർ ഇല്ലാണ്ടാണ് കളിക്കുന്നുള്ള കാര്യം ഓർക്കണം. പക്ഷേ അവരുടെ പ്ലേയേഴ്സ് സ്റ്റെപ്പപ്പ് ചെയ്തു ഈ ഒരു ബിഗ് രാത്രിയിൽ. അപ്പോൾ അങ്ങനെ ഡെക്ലൻ റൈസിൻ്റെയൊക്കെ ആ ഇരട്ട ഫ്രീ കിക്ക് ഗോളുകളുണ്ടല്ലോ. ചാമ്പ്യൻസ് ലീഗിൻ്റെ നോക്കൗട്ട് സ്റ്റേജിൽ ആദ്യമായിട്ടാണ് ഒരു താരം 2 ഡയറക്റ്റ് ഫ്രീ കിക്ക് ഗോളുകൾ അടിക്കുന്നുള്ള കാര്യം നോക്കണം. ഈ മത്സരത്തിന് മുമ്പായിട്ട് 338 മത്സരങ്ങൾ ഡെക്ലൻ റൈസ് കളിച്ചിട്ടുണ്ട്, പ്രൊഫഷണൽ മത്സരങ്ങൾ, വെസ്റ്റ് ഹാമിന് വേണ്ടിയിട്ടും ആർസനലിന് വേണ്ടിയിട്ടും. പക്ഷേ ഇന്നേ വരെ ആൾ ഒരൊറ്റ ഡയറക്റ്റ് ഫ്രീ കിക്ക് ഗോൾ പോലും അടിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എമിറേറ്റ്സിൽ ആ കാണികൾക്ക് മുമ്പിൽ മേക്ക് ഇറ്റ് ഹാപ്പൻ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ടിഫോം കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ ആർസനൽ ആരാധകർ. അങ്ങനെ അത് സംഭവിച്ചു. വല്ലാത്തൊരു ഫ്രീ കിക്കാണ്. അതായത് റോബർട്ടോ കാർലോസൊക്കെ ആ സ്റ്റേഡിയത്തിലുണ്ട് കളി കാണാനായിട്ട്. റോബർട്ടോ കാർലോസ് ആരെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ആ ചങ്ങായി അടിച്ചിട്ടുള്ള ഫ്രീ കിക്കുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ. പക്ഷേ ഇവിടെ റോബർട്ടോ കാർലോസ് എന്ന് പറയുന്ന ബ്രഹ്മദത്തൻ നോക്കി നിൽക്കെ ഡെക്ലൻ റൈസ് ഒരു ഭീകര സത്വമായിട്ട് മാറുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതായത് ജുനീനോ പെർണംബുക്കാനോ ആയിട്ട് മാറുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. വല്ലാത്തൊരു ഫ്രീ കിക്ക്. എൻ്റെ പൊന്നളിയന്മാരെ, തിബോ കോർട്ടുവ ആണെങ്കിൽ സേവുകൾ ഇങ്ങനെ പുൾ ഓഫ് ചെയ്യാണ്. തിബോ കോർട്ടുവ റയലിനെ സംബന്ധിച്ചോളം അവരുടെ റീസെൻ്റ് ആയിട്ടുള്ള സക്സസ് ഹിസ്റ്ററിയിൽ വലിയ തോതിൽ പങ്കുവഹിക്കുന്ന തരത്തിലുള്ള ഒരാളാണ്. തിബോ കോർട്ടുവ ഒറ്റയ്ക്ക് പല മത്സരങ്ങളും വിജയിപ്പിച്ചിട്ടുണ്ട് റയലിനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനത്തെ ഒരു ചങ്ങയാണ്. അപ്പോൾ വേൾഡ് ക്ലാസ് കീപ്പറാണ്. അങ്ങനെയുള്ള വേൾഡ് ക്ലാസ് കീപ്പർക്കെതിരെ 12 മിനിറ്റിൻ്റെ വ്യത്യാസത്തിൽ 2 വേൾഡ് ക്ലാസ് ഫ്രീ കിക്കുകളാണ് പുൾ ഓഫ് ചെയ്യാൻ ഡെക്ലൻ റൈസിന് സാധിച്ചത്. വല്ലാത്തൊരു സംഭവം തന്നെ. അതിൽ തന്നെ ആദ്യത്തെ ഫ്രീ കിക്കിൻ്റെ കഥ എന്താണെന്ന് വെച്ചാൽ നീക്കോ യോവർ എന്ന് പറയുന്ന സെറ്റ് പീസ് കോച്ചും ഒക്കെ ഉണ്ട് അവിടെ അല്ലേ. അപ്പോൾ പുള്ളിക്കാരൻ്റെയൊക്കെ ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ക്രോസ് കൊടുക്കുക എന്നുള്ളതായിരുന്നു. ഇനീഷ്യലി ക്രോസ് കൊടുക്കാൻ തന്നെയായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നു. ഒഡിഗാർഡും ആ രീതിയിൽ ക്രോസ് കൊടുക്കാനുള്ള ഒരു ഇൻസ്ട്രക്ഷനൊക്കെ പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ബുക്കായോ സാക്ക ആ അവസരത്തിൽ ഡെക്ലൻ റൈസ് ഇങ്ങനെ പറഞ്ഞു ഇതിപ്പോൾ അടിക്കാനുള്ള ഒരു സംഭവമുണ്ട്. സാക്ക പറഞ്ഞു
അടിച്ചു നോക്കിയോ? അങ്ങനെ അങ്ങോട്ട് അടിച്ചു നോക്കി. 4 പേരിൻ്റെ ബോളൊക്കെ ഉണ്ട്. പക്ഷേ അതിങ്ങനെ കേൾ ചെയ്ത് പോകുന്നത് കാണാൻ തന്നെ എന്ത് രസമാണെന്നറിയോ? വാവ്, വല്ലാത്തൊരു ഫ്രീ കിക്ക്. ആ ഒരു കേള് അത് കാണുമ്പോൾ തന്നെ ഉണ്ടല്ലോ, അത് എത്ര തവണ ആസൽ ഫാൻസ് കണ്ടിട്ടുണ്ടാകുന്നുള്ളത് എനിക്കൊരു പിടുത്തമില്ലാത്ത സംഭവമാണ്. അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ഇപ്പോഴും ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങളിൽ പലരും അത് നോക്കിയിട്ടുണ്ടാവും വീണ്ടും. കാരണം അത്രയും ബ്യൂട്ടിഫുള്ളാണ്, സംച്വസ് ആയിട്ടുള്ള ഒരു കിക്ക് മാൻ. ആ ഒരു കേള് കാണാൻ തന്നെ ഭയങ്കര രസമാണ്. ബ്യൂട്ടിഫുൾ കേൾ. അത് തിബോ കോർട്ടുവ ചാടി നോക്കി. അവിടെ വോളിനൊക്കെ വേണമെങ്കിൽ കുറ്റം പറയാൻ പറ്റും. പക്ഷേ ആ കിക്ക് അതൊരു വല്ലാത്തൊരു കിക്കാണ്, വല്ലാത്തൊരു ഫ്രീ കിക്കാണ്. അത് കഴിഞ്ഞ് 12 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഫ്രീ കിക്ക് കിട്ടുകയാണ്. 2 ഫ്രീ കിക്കുകളും വിൻ ചെയ്തിട്ടുള്ളത് മറ്റാരുമല്ല, ബുക്കായോ സാക്കയാണ്. അത് മറ്റൊരു സെൻസേഷണൽ ഫുട്ബോളാണ്. ഇഞ്ചുറി ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടേ ഉള്ളൂ. അത്ര ഫിറ്റൊന്നുമല്ല, 100% ഫിറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. ഈ മത്സരത്തിലും നോക്കൊക്കെ കിട്ടിയിട്ട് കയറി പോകേണ്ട അവസരം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആൾ 100% ഫിറ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. മാജിക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ്. ആളെ പിടിച്ചാൽ കിട്ടണ്ടേ. ആദ്യത്തെ ഫ്രീ കിക്കിൽ ചെങ്ങായി എന്താണ് കട്ടിൻ സൈഡ് ചെയ്തിട്ട് വരികയാണ്. കട്ടിൻ സൈഡ് ചെയ്തിട്ട് വരുമ്പോൾ ആ റൈറ്റിൽ നിന്ന് കട്ടിൻ സൈഡ് ചെയ്ത് വരികയാണ്. ആളെ പിന്നെ അലാബ കൂടെ നിൽക്കുന്നുണ്ട്. അലാബയാണല്ലോ ലെഫ്റ്റ് ബാക്ക് ഉണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ വന്നു. പക്ഷേ ആളെ ഫൗൾ ചെയ്യാതെ വേറെ വഴിയൊന്നുമില്ല. ആ ഫൗൾ 25 വാര അകലിൽ നിന്ന് നടത്തിയിട്ടുള്ള ആ ഒരു ഫൗളിൽ നിന്നാണ് ആ ഫ്രീ കിക്ക് ഫസ്റ്റത്തെ ഡെക്ലൻ റൈസ് അടിച്ചത്. രണ്ടാമത്തത് അഗെയിൻ ബുക്കായോ സാക്ക തന്നെയാണ് ആ ഫ്രീ കിക്ക് വിൻ ചെയ്യുന്നത്. ഇത്തവണ അഗെയിൻ ചെങ്ങായിനെ പിടിച്ചാൽ കിട്ടാത്തത് ജൂഡ് ബെല്ലിംഗാമിനാണ്. ജൂഡ് ബെല്ലിംഗാമിന് പിടിച്ചാൽ കിട്ടുന്നില്ല. ജൂഡ് ബെല്ലിംഗാം നമുക്കറിയാം ഒറ്റ നോട്ടത്തിൽ സാക്കയേക്കാൾ ഫിസിക്കലി സ്ട്രോങ്ങർ ആയിട്ടുള്ളൊരു പ്ലെയറാണ് അല്ലേ? പക്ഷേ ജൂഡ് ബെല്ലിംഗാമിനെ ഔട്ട് മസിൽ ചെയ്യാൻ അവിടെ ബുക്കായോ സാക്കയ്ക്ക് സാധിക്കുകയാണ്. എന്നിട്ട് പിന്നെ കമവിംഗൊക്കെ വന്നിട്ടാണ് ചെങ്ങായിനെ ഫൗൾ ചെയ്യുന്നത്. അപ്പോൾ അഗെയിൻ ഡെക്ലൻ റൈസിന് മുമ്പിൽ മറ്റൊരു ഫ്രീ കിക്ക് ഓപ്പർച്യൂണിറ്റിയാണ്. ആദ്യത്തേത് അടിച്ചതിൻ്റെ ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അങ്ങനെ രണ്ടാമത്തെ ഫ്രീ ഇത്തവണ ഒഡിഗാർഡ് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാനായിട്ട്. എമ്മാതിരി സാധനമാണെന്ന് അറിയുക രണ്ടാമത്തെ ഫ്രീ കിക്കും. അതായത് ഇത്രയും ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള 2 ഫ്രീ കിക്കുകൾ ഒരു മത്സരത്തിൽ ഈ അടുത്തൊന്നും കണ്ടതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. അപ്പോൾ അവിടെ തിബോ കോർട്ടുവ അഗൈൻ വേൾഡ് ക്ലാസ് കീപ്പറാണ്, നമുക്കറിയുന്നതാണ്. അപ്പോൾ അവിടെ ഇനിയിപ്പോൾ ഏത് കീപ്പറിനെ കൊടു നിർത്തി കഴിഞ്ഞാലും യഷീനെ കൊടു നിർത്തി കഴിഞ്ഞാലും സേവ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് ടോപ്പ് ബെൻസ് ആണ്. അതിലുള്ള പവർ, പ്രെസിഷൻ, അതായത് ആ മൂലയിൽ അങ്ങോട്ട് പോയി കയറി തുളഞ്ഞ് കയറിയത്. എൻ്റെ അമ്മോ, വാട്ട് എ കിക്ക് മാൻ, വാട്ട് എ ഫ്രീ കിക്ക്. ആദ്യത്തെ ഫ്രീ കിക്ക് എടുത്തതിന് ശേഷം ചങ്ങായി നീ സ്ലൈഡ് ചെയ്തിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഫ്രീ കിക്കിൻ്റെ സെലിബ്രേഷൻ ആ പരസ്യം പോണ നമ്മുടെ അഡ്വർടൈസിങ്ങിൻ്റെ ആ ഒരു സാധനം ഉണ്ടല്ലോ, അതിൻ്റെ മേലെ ഇങ്ങനെ കയറി നിൽക്കുകയാണ്. അവിടെ ഇങ്ങനെ ആ ഒരു കാനൻ ആസനലിൻ്റെ ഫ്ലാഗ്, ഇങ്ങനെ വലിയ ഫ്ലാഗ് ഉണ്ട്. ആസന ആരാധകനെ നോക്കി ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാണ്. മറ്റ് അദ്ദേഹത്തിൻ്റെ ടീംമേറ്റ്സും അദ്ദേഹത്തിൻ്റെ കൂടെ ജോയിൻ ചെയ്തു. ബട്ട് വാട്ട് എ കിക്ക്, വാട്ട് എ ഗോൾ, വാട്ട് എൻ ഒക്കേഷൻ ടു ഡെലിവർ. അതാണ് എമ്മാതിരി ഒക്കേഷനാണത്. ബിഗ് യൂറോപ്യൻ രാത്രിയാണ്. അതും കറണ്ട് ചാമ്പ്യന്മാർക്കെതിരെ, യൂറോപ്യൻ രാജാക്കന്മാർക്കെതിരെ. ആസ്നൽ റയൽ മാഡ്രിഡിനെതിരെ അൺബീറ്റനാണ് ചാമ്പ്യൻസ് ലീഗ് രാത്രികളിൽ. ഇതുവരെ റയൽ മാഡ്രിഡിന് ആസ്നലിനെതിരെ ഒരു ഗോൾ അടിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇനിയും ഒരു ലെഗ് കൂടി ബാക്കിയുണ്ട്. അത് വീണ്ടും വീണ്ടും അടിവരയിട്ട് പറയേണ്ട തരത്തിലൊരു സംഭവമാണ്. അതൊക്കെ കണ്ട് ജൂഡൊക്കെ ഇങ്ങനെ വാ പൊളിച്ച് നിൽക്കുകയാണ്. ആ ഫസ്റ്റ് ഫ്രീ കിക്ക് കണ്ടിട്ട് വാ പൊളിച്ച് പോവും. അമ്മാതിരി സാധനമാണത്. 2021 അവസാനമായിട്ട് ആസനലിന് ഒരു പ്ലെയർ ഡയറക്റ്റ് ഫ്രീ കിക്ക് ഗോൾ അടിക്കുന്നത്. ഡെക്ലൻ റൈസ് ഇന്നേ വരെ അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഒരു ഡയറക്റ്റ് ഫ്രീ കിക്ക് ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നില്ല. 12 മിനിറ്റിൽ 2 ഗോൾ അടിക്കുന്നു. ഫുട്ബോളാണ്. ഇതൊക്കെയാണ് ഫുട്ബോളിൻ്റെ എസെൻസ് എന്ന് പറഞ്ഞാൽ. അൺപ്രഡിക്റ്റബിളാണ്. ഇതൊക്കെ ആരെങ്കിലും വിചാരിച്ച സംഭവമാണോ? ഡെക്ലൻ റൈസ് പോലും വിചാരിച്ചിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ വാട്ട് എ ഗോൾ മാൻ, വാവ്. റോം അങ്ങനെ എണീറ്റിട്ടേ ആസൽ ഫാൻസിൻ്റെ മുമ്പിൽ മറ്റേ വിഷ്ണു വിജയുടെ ജിംഖാനയിലെ പാട്ടിൻ്റെ താളത്തിലായിരിക്കും ഡാൻസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. വാവ് മാൻ, വാട്ട് എ ഗോൾ, വാട്ട് എ ഗോൾ. അതിനുശേഷമുള്ള മെറീനോയുടെ ഗോളും അതും വേൾഡ് ക്ലാസ് ഫിനിഷാണ്, വേൾഡ് ക്ലാസ് ഫിനിഷ്. അപ്പോൾ അങ്ങനെ റയൽ മാഡ്രിഡിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നും ചെയ്യാൻ പറ്റാത്ത തോതിൽ അവരെ അങ്ങോട്ട് പൂട്ടിക്കളയാൻ ആർട്ടറ്റ ടീമിന് സാധിച്ചു എന്നുള്ളതാണ് ഗ്രേറ്റ് വിക്ടറി. അപ്പോൾ ഈ ആസ്നലിൻ്റെ ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ പലരും ചിലപ്പോൾ ആസ്നലിൻ്റെ കളി ശൈലി കണ്ട് തന്നെയാണ് അവരുടെ ആരാധകരുണ്ടാവുക. നമ്മൾ അവരുടെ ചരിത്രം കുറച്ചുകൂടി ഡീപ്പായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പ്രീമിയർ ലീഗിൽ 9 ബ്ലാക്ക് പ്ലേയേഴ്സിനെ 11 സ്റ്റാർട്ട് ചെയ്യിപ്പിച്ച ആദ്യത്തെ ക്ലബ്ബാണ് ആസ്നൽ എന്നുള്ള കാര്യം ഓർക്കണം. അതൊരു വല്ലാത്ത സംഭവമാണ്. 11 ഫോറിൻ പ്ലേയേഴ്സിനെ ആ ഒരു 11 കളിപ്പിച്ച ആദ്യത്തെ ടീമാണെന്നുള്ള കാര്യം ഓർക്കണം. അതിന് പല രീതിയിലുള്ള ഡിസ്കഷൻ നടക്കുന്നുണ്ട് അതിനെ ചൊല്ലിയിട്ട്. പക്ഷേ അത്തരത്തിൽ വളരെ ഇൻക്ലൂസീവായിട്ടുള്ള ഒരു ക്ലബ്ബാണ് ആസ്നൽ ഫുട്ബോൾ ക്ലബ്ബ്. അതിൽ ഒരുപാട് കാര്യങ്ങൾ, ട്രോഫിക്ക് അപ്പുറം കുറേ കാര്യങ്ങൾ ആസ്നൽ ഫുട്ബോൾ ക്ലബ്ബിന് സംസാരിക്കാനുണ്ട്. ട്രോഫികളുണ്ട്. ഹൈലി സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ക്ലബ്ബാണ്.
അങ്ങനെ നോക്കണം. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, വല്ലാത്ത അഗണിയായിരുന്നു ബാസിംസോളം. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ബയൺ മ്യൂണിക്കിനെതിരെ നിരന്തരം റൗണ്ട് ഓഫ് 16 പുറത്താകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ബയൺ മ്യൂണിക്ക് ഇങ്ങനെ തോൽപ്പിച്ചുകൊണ്ടിരിക്കും. അതായത് തുടർച്ചയായി 7 സീസണുകളിൽ അവർ റൗണ്ട് ഓഫ് 16 തന്നെ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. തുടർച്ചയായി 7 സീസണുകളിൽ. പിന്നെ എന്താണ്, ചാമ്പ്യൻസ് ലീഗിലേക്ക് ക്വാളിഫിക്കേഷൻ പോലും കിട്ടാത്ത സാഹചര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ യൂറോപ്പ ലീഗിൽ പറ്റി, അതിൽ ചെൽസിക്കെതിരെ ഫൈനലിൽ ബാക്കുവിൽ പരാജയപ്പെടുന്നത് നമ്മൾ കണ്ടു. മറ്റ് നോക്കൗട്ട് സ്റ്റേജിൽ നിന്ന് പുറത്താകുന്നത് നമ്മൾ കണ്ടു. കഴിഞ്ഞ സീസണിലാണ് വീണ്ടും ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ അവർ കളിക്കുന്നത്. അതിൽ വീണ്ടും ബയൺ മ്യൂണിക്കിനെതിരെ ക്വാർട്ടർ ഫൈനലിൽ പുറത്താവാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇപ്പോൾ റയൽ മാഡ്രിഡിനെ അവർ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. അത്ര നല്ലൊരു സീസൺ അല്ല ഇത്, അല്ലേ? ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്ന സീസണായിരുന്നു. പ്രതീക്ഷക്കൊത്ത് അവർക്ക് ഉയരാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ട്. ഇഞ്ചുറീസൊക്കെ അവർ അലട്ടിയിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും സ്വപ്നം കണ്ടു തുടങ്ങിയിരിക്കുകയാണ് ആർസണൽ ഫാൻസ്. പക്ഷേ ക്വാർട്ടർ ഫൈനൽ ഫാസിലേക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഇനി ഒരു ലെഗ് കൂടിയുണ്ട്. അത് സാന്റിയാഗോ ബെർണബേയിലാണ്. അതിനുശേഷം സെമി ഫൈനലും ഫൈനലും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോഴും ഈ കപ്പടിക്കാൻ ഫേവറേറ്റ്സുകളുടെ പട്ടിക നോക്കിക്കഴിഞ്ഞാൽ അതിൽ PSG-ക്കും ഇന്റർ മിലാനും ബാഴ്സലോണയ്ക്കും താഴെയാണ് ഞാൻ ആർസണലിനെ കാണുന്നത്. പക്ഷേ അവരുടെ ഈ സോളിഡ് ഓഫ് ദ ബോൾ സ്ട്രക്ചർ ഉണ്ടല്ലോ, അതേപോലെ തന്നെ അവരുടെ ഈ ഒരു ഡിഫൻസ് അടിപൊളി ഡിഫൻസാണ്. അവർ XG അഗെയിൻസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കരമാണ്. അവർക്കത് ഗോളടിക്കൽ അത്ര എളുപ്പമല്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ അവരുടെ ഈ ഒരു ഡിഫൻസ് സോളിഡ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ചാൻസ് ഉണ്ട്. പിന്നെ സെറ്റ് പീസുകൾ അവരുടെ ഒരു വജ്രായുധമാണ്. ചാൻസ് ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അപ്പോൾ എന്തായാലും സ്വപ്നം കണ്ടു തുടങ്ങിയിരിക്കുകയാണ് വീണ്ടും ആർസണൽ ഫാൻസ്. എന്താകും എന്നുള്ളത് കണ്ടറിയാം. ഇനി എന്താണ് ഈ മത്സരത്തിലെ ടോക്കിംഗ് പോയിൻറ്റ്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ, ഞാൻ റയൽ മാഡ്രിഡിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ സൂപ്പർ സ്റ്റാറുകൾ, അതായത് മത്സരത്തിന് മുമ്പുള്ള പ്രിവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻഡിവിജ്വലി മത്സരം വിജയിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരുപാട് പ്ലേയേഴ്സ് റയൽ മാഡ്രിഡിലുണ്ട്. നമുക്ക് ആർസണൽ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്ര പിന്നെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് കാഴ്ചവെക്കാൻ പറ്റുന്ന ലിമിറ്റഡ് ഫുട്ബോളേഴ്സേ ഉള്ളൂ. ഇപ്പോൾ ബുക്കായോ സാക്ക അതിൽ ഒരാളാണ്. പക്ഷേ ഡെക്ലൻ റൈസ് മാജിക് പ്രൊഡ്യൂസ് ചെയ്തു. ലൂയിസ് കെല്ലി എന്ന് പറഞ്ഞ 18-കാരൻ വൺ ഓഫ് ദ ബെസ്റ്റ് ഫുൾ ബാക്ക് ഡിസ്പ്ലേസ് ഒരു ചാമ്പ്യൻസ് ലീഗ് രാത്രിയിൽ നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. ഗ്രേറ്റ് പെർഫോമൻസ്. അതേപോലെ തന്നെ മൊത്തത്തിലുള്ള ഓവറോൾ ടീം പെർഫോമൻസ്. തോമസ് പാർട്ടെ ആ ലോൺ 6 ആയിട്ട് എമ്മാതിരി പെർഫോമൻസാണ് തോമസ് പാർട്ടെ കാര്യങ്ങൾ ഡിക്റ്റേറ്റ് ചെയ്യായിരുന്നു ആ ഒരു മിഡ്ഫീൽഡിൽ. അപ്പോൾ അങ്ങനെയുള്ള പെർഫോമൻസുകൾ സലീബ നല്ല രീതിയിൽ മാർഷൽ ചെയ്യുന്നു. കമാൻഡിങ് പെർഫോമൻസ്, പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ ആർസണൽ ഭാഗം അവരുടെ ഓഫ് ദ ബോൾ ഉണ്ടല്ലോ, അവർ ആ ഷേപ്പിലേക്ക് വരുന്നത് അതൊക്കെ കാണാൻ ഭയങ്കര രസമായിരുന്നു. റയൽ സംബന്ധിച്ചോളം അവർക്ക് ഒരു ഉത്തരവുണ്ടായിരുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ റയൽ മാഡ്രിഡിൻ്റെ പ്ലേയേഴ്സ് അവർ ഞാനീ പറഞ്ഞ പോലെ ചോദ്യചിഹ്നമായിരുന്നു. അവർക്ക് എന്താ ചെയ്യണമെന്നുള്ളതിൻ്റെ ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. വിനി ജൂനിയറിൻ്റെയൊക്കെ പാസുകൾ, അതിൻ്റെ ഡിസിഷൻ മേക്കിംഗ് ഏറ്റവും മോശം പെർഫോമൻസുകളിൽ ഒന്നാണ് വിനി ജൂനിയർ പുൾ ഓഫ് ചെയ്തിട്ടുള്ളത്. വളരെ മോശം. ചില കൗണ്ടർ അറ്റാക്കിംഗ് സിനാരികളിലൊക്കെ ബെറ്റർ പാസ് ചൂസ് ചെയ്യേണ്ടടുത്ത് അദ്ദേഹം മിസ്പ്ലേസ്ഡ് പാസുകൾ കൊടുക്കുന്നുണ്ടായിരുന്നു. വളരെ മോശം പെർഫോമൻസ്. എംബാപ്പയ്ക്ക് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഫസ്റ്റ് ഹാഫിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആർസണൽ ഗോൾ അടിക്കുന്നതിന് മുമ്പ്, സെക്കൻഡ് ഹാഫിലാണല്ലോ ആർസണൽ ഗോൾ അടിക്കുന്നത്. അതിന് മുമ്പ് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ജൂഡാണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അദ്ദേഹത്തിന് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചു. ഡേവിഡ് റായ സേവ് ചെയ്തു. പക്ഷേ വേറെ ഒന്നും കാര്യമായിട്ട് അതിന് ചെയ്യാൻ സാധിച്ചില്ല. 1-2 മൊമെൻറ്റ്സിൽ അദ്ദേഹത്തിൻ്റെ ബ്രില്യൻസ് ഒക്കെ കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു. അതായത് ഫസ്റ്റ് ഹാഫിലേക്ക് അദ്ദേഹത്തിലേക്ക് ബോൾ എത്തുമ്പോൾ ഒരു പേടി ആർസണൽ ഫാൻസിൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടാവും തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹത്തിന് ഡിഫൻസിനൊക്കെ മറികടന്ന് പോകാൻ പറ്റുന്ന തരത്തിലുള്ള പേസിൻ്റെ ട്രിക്കറിയൊക്കെ ഉള്ളത് തന്നെയാണ് അല്ലേ. പിന്നെ കിവിയോർ ആണല്ലോ RLCB ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ 1-2 ഷേക്കി മൊമെൻറ്റ്സ് ഒക്കെ കിവിയോറിൻ്റെ ഗെയിമിലുണ്ടായിരുന്നു. ഒരു അവസരത്തിൽ സ്ക്വയർ പാസ് സലീബക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നപ്പോൾ അത് വിനി ജൂനിയർ വന്നിട്ട് ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു മോശം സ്ക്വയർ പാസ് ആയിരുന്നു. വിനി ജൂനിയർ ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ട് അത് എംബാപ്പയിലേക്ക് എത്തിയപ്പോൾ എംബാപ്പെ ഓഫ് സൈഡ് ആയിരുന്നു. എംബാപ്പയുടെ ഷോട്ട് പുറത്തേക്ക് പോയി ബാറിന് മുകളിലൂടെ. പക്ഷേ ആ രീതിയിൽ കിവിയോർ തുടക്കത്തിൽ ഇത്തിരി ഷേക്കി ആയിരുന്നെങ്കിലും സെക്കൻഡ് ഹാഫിൽ സോളിഡ് പെർഫോമൻസ്. പിന്നെ ഈ പറഞ്ഞ പോലെ ആർസണലിൻ്റെ സെറ്റപ്പിൽ ഈ 2 8 ഒഡിഗാർഡ് ആണെങ്കിലും ഡെക്ലൻ റൈസ് ആണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പണിയാണ് അവരെടുത്തിട്ടുള്ളത്. അപ്പോൾ അവർ ബിൽഡ് ചെയ്യുമ്പോൾ 3 at the back എന്ന രീതിയിൽ ബിൽഡ് ചെയ്യുന്നു. ലൂയിസ് കെല്ലി ഇൻവേർട്ട് ചെയ്ത് പോകുന്നു. അങ്ങനെ തോമസ് പാർട്ടിക്ക് സപ്പോർട്ടായിട്ട് ലൂയിസ് കെല്ലി മിഡ്ഫീൽഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ലൂയിസ് കെല്ലി ഒരു നാച്ചുറൽ മിഡ്ഫീൽഡറാണ്. ഇപ്പോൾ ആ ഒരു ലെഫ്റ്റ് ബാക്കായിട്ട് കളിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു അക്കാഡമി കരിയർ തുടങ്ങുന്ന ഒരു മിഡ്ഫീൽഡർ എന്ന രീതിയിലാണ്. അതിൻ്റെ ഒരു ട്രേറ്റ്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഗെയിമിലും കാണാൻ സാധിക്കും. ആ ഒരു ഡ്രിബിൾ ചെയ്ത് പോകുന്നതൊക്കെ ഭയങ്കര രസമാണ്. പിന്നെ ഇതോടൊപ്പം ബ്രേവാണ് ചങ്ങായി, വളരെ ബ്രേവാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഭവം, ഈ ക്ലബ്ബുകൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഭവം, വീട്ടിൽ സ്വർണം വെച്ചിട്ടേ ഇങ്ങനെ നാട്ടിൽ തേടി നടക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ കുറേ പൈസ സേവ് ചെയ്യാൻ പറ്റും. അതായത് ഹെയ്ലൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ക്വാളിറ്റി അക്കാഡമിയാണ്. ക്വാളിറ്റി പ്ലേയേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലൊരു അക്കാഡമി. അപ്പോൾ ആ അക്കാഡമീനെ ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ബുക്കായോ സാക്കിയും ലൂയിസ് കെല്ലിയൊക്കെ അവിടെ നിന്ന് വന്നിട്ടുള്ളതല്ലേ. അപ്പോൾ എന്താണ്, കുറേ പൈസ സേവ് ചെയ്യാൻ പറ്റും.
അമ്മാതിരി പെർഫോമൻസാണ് ചങ്ങായി പുൾ ഓഫ് ചെയ്തിട്ടുള്ളത്. വളരെ ബ്രേവായിട്ട് ആ ബാഡ്ജിന് വേണ്ടിയിട്ട് ചങ്ങായി കളിച്ചിരിക്കുകയാണ്. റയൽ മാഡ്രിഡിനെതിരെ, കിങ്സ് ഓഫ് യൂറോപ്പിനെതിരെ ഒട്ടും പേടിയില്ലാണ്ട്. വാട്ട് എ പെർഫോമൻസ് മാൻ, വാട്ട് എ പെർഫോമൻസ്. അപ്പം ഡെക്ലൻ റൈസ് സ്റ്റെപ്പ് അപ്പ് ചെയ്തിരിക്കുകയാണ്. ഡെക്ലൻ റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റ് ഹാമിനെയൊക്കെ ആ യൂറോപ്യൻ കിരീടത്തിലേക്ക് പിന്നെ നയിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആളുടെ ആ ഒരു കരിസ്മ, അത് മാത്രമല്ല ഈ സീസണിൽ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടാണ് ഡെക്ലൻ റൈസൊക്കെ പെർഫോം ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഈവൻ കോർണർ ഡെലിവറീസും കാര്യങ്ങളും സെറ്റ് പീസ് ഡെലിവറീസും കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റാണ് ഈ ആർസണലിൻ്റെ അറ്റാക്കിംഗ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആളുടെ ഒരു കരിസ്മ ഈ ഒരു ബിഗ് നൈറ്റിൽ കാഴ്ചവെക്കുന്നു. ഒഡിഗാർഡ് ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. പക്ഷേ എന്താണ്, ബുക്കായോ സാക്ക റൈറ്റ് സൈഡിലുള്ളത് ഒഡിഗാർഡ് സംബന്ധിച്ചിടത്തോളം ഭയങ്കര ആശ്വാസമാണ്. കാരണം ആ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം അവരുടെ ക്രിയേറ്റീവ് മാവറിക് എന്ന് പറഞ്ഞാൽ ബുക്കായോ സാക്കയാണ്. ബുക്കായോ സാക്കയിലേക്ക് എത്രയും പെട്ടെന്ന് ബോൾ എത്തിച്ചു കൊടുക്കുക. അവരുടെ ഏറ്റവും കൂടുതൽ അറ്റാക്കിൽ വന്നിട്ടുള്ളത് ആ ഒരു റൈറ്റ് സൈഡിൽ കൂടെ തന്നെയാണ്. ടിംബറാണ് റൈറ്റ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടിംബറോ അടിപൊളിയായിട്ട് കളിച്ചിരിക്കുകയാണ്. ടിംബറുടെ കാര്യം ആലോചിച്ച് നോക്കിയാൽ ആസനിലേക്ക് വന്നിട്ടുള്ള സാഹചര്യം തന്നെ അവർ നാസ്റ്റി ACL ഇഞ്ചുറി സംഭവിച്ചു. അങ്ങനെ ഒരു കൊല്ലം നഷ്ടപ്പെട്ടു. പക്ഷേ എബിലിറ്റി പോകുന്നില്ല, മെൻറ്റാലിറ്റി ടോപ്പ് ക്ലാസ് ആണ്. അടിപൊളിയായിട്ട് കമവിങ്കനൊക്കെ മറികടന്ന് പോകുന്നൊരു അവസരം ഉണ്ടായിരുന്നു. കമവിങ്കൊക്കെ അദ്ദേഹത്തെ ഫൗൾ ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല രീതിയിൽ ലിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ബുക്കായോ സാക്കയുമായിട്ട്. ഭയങ്കര പെർഫോമൻസാണ്, ബ്രില്യൻ പെർഫോമൻസ്. അപ്പോൾ ആ റൈറ്റ് സൈഡിലൂടെ ആസിൽ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ എന്താണ്, ഞാനീ പറഞ്ഞ പോലെ ആ ഒരു ബേർഡൻ, ക്രിയേറ്റീവ് ബേർഡൻ ഒഡിഗാർഡിൻ്റെ തലയിൽ നിന്ന് കുറച്ചങ്ങോട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഒഡിഗാർഡിൻ്റെ അത്ര ടോപ്പ് പെർഫോമൻസ് അല്ല, പക്ഷേ ടാക്ടിക്കലി നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഈ സാക്കയുള്ളത് ഒഡിഗാർഡിന് ഭയങ്കര ആശ്വാസമാണ്. സാക്കയുടെ ഏരിയയിൽ അലാബയാണ് ലെഫ്റ്റ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. മെൻഡി ഇഞ്ചുവേർഡാണ്. ഫ്രാൻ ഗാർസിയ ട്രസ്റ്റ് ചെയ്യുന്നില്ല. അലാബയുടെ എക്സ്പീരിയൻസ് ആണ് യൂസ് ചെയ്തത്. പക്ഷേ അലാബയെ ടോസ്റ്റ് ചെയ്യാൻ പലപ്പോഴും സാക്കയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ചില മൊമെൻറ്റ്സിലൊക്കെ അലാബ ഡിഫെൻഡ് ചെയ്തെങ്കിലും ഓവറോൾ സാക്ക ഹാഡ് എ ഗ്രേറ്റ് ഗെയിം. 100% ഫിറ്റില്ലാതെ ചങ്ങായി ഇമാതിരി പെർഫോമൻസ് പുൾ ഓഫ് ചെയ്യുന്നത്. അതിൽ തന്നെ ഫസ്റ്റ് ഹാഫിൽ 2 കിടിലം ക്രോസുകൾ ചങ്ങായി കൊടുത്തിട്ടുണ്ട്. 2 കിടിലം ക്രോസുകൾ. അതിന് ആസലിനൊരു പ്രോപ്പർ സ്ട്രൈക്കറില്ലാത്തൊരു പ്രശ്നം നമുക്ക് ആ ബോക്സിൽ കാണാൻ പറ്റുന്നതായിരുന്നു. അപ്പോൾ ആ ഒരു അവസരത്തിൽ ചിലപ്പോൾ ആസൽ ഫാൻ ചിന്തിച്ചിട്ടുണ്ടാവുക, പണ്ടാറടങ്ങാനായിട്ട് ഇതിനിപ്പോൾ നമുക്കിതിന് വില കൊടുക്കേണ്ടി വരുമോ എന്നുള്ളത്. കാരണം അതിൽ ജൂഡ് ബെല്ലിംഗാമിന് മറികടന്നിട്ട് പോയിട്ട് ചങ്ങായി ബൈലൻ്റെ ഇടുന്ന ഒരു കട്ട് ബാക്ക് കൊടുക്കുന്നു. അഗൈൻ അതിൽ ടേക്കേഴ്സ് ഇല്ല. മറ്റൊന്ന് പറഞ്ഞാൽ ഒഡിഗാർഡുമായിട്ടുള്ള 1-2 ബ്യൂട്ടിഫുൾ 1-2 ഒഡിഗാർഡ് പിന്നെ സാക്ക കൊടുക്കുന്നു. സാക്ക ആ ബൈലൻ്റെ ഇടുന്ന അഗെയിൻ ക്രോസ് കൊടുക്കുന്നു. അഗെയിൻ ടേക്കേഴ്സ് ഇല്ല. മെറീനോ നല്ല രീതിയിൽ എന്താണ് ആ ബിൽഡപ്പിലൊക്കെ സഹായിക്കുന്നതാണ്. അദ്ദേഹം മിഡ്ഫീൽഡിലേക്കൊക്കെ ഡ്രോപ്പ് ചെയ്ത് വരുന്നൊക്കെ ഉണ്ടായിരുന്നു. ആ രീതിയിൽ മിഡ്ഫീൽഡിൽ ഒരു സുപ്പീരിയോറിറ്റി ആസിന് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ ബോക്സിലൊരു സ്ട്രൈക്കറിൻ്റെ ഇൻസ്റ്റിങ്ക്റ്റ് മെറീനോക്ക് ഇല്ലല്ലോ. പക്ഷേ സ്റ്റിൽ ആ മൂന്നാമത്തെ ഗോളിൽ ആ ഒരു കില്ലർ ഇൻസ്റ്റിങ്ക്റ്റ് ചങ്ങായി കാഴ്ചവെച്ചിട്ടുണ്ട്. അത് വേറെ കാര്യം. പിന്നെ ആ ഒരു സാക്കയുടെ രണ്ടാമത്തെ ക്രോസ് 39ാമത്തെ മിനിറ്റിൽ വരുന്നത്, അതിൽ ആസ്നലിൻ്റെ ഈ ഒരു ഫ്രണ്ടിൽ നിന്നുള്ള പ്രസ് കാരണം ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ പറ്റുന്നില്ല റയൽ മാഡ്രിഡിന്. അങ്ങനെ തിബോ കോർട്ടുവ ലോങ് കിക്ക് എടുക്കുകയാണ്. അവിടെ ടിംബറാണ് ഇനീഷ്യൽ ഹെഡർ വിൻ ചെയ്യുന്നത്. സെക്കൻഡ് ബോൾ വിൻ ചെയ്യുന്നത് ആസ്നലാണ്. കാരണം മെറീനോ ആ മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെയാണ് ആ ബോൾ റൈറ്റ് സൈഡിലേക്ക് നീക്കുന്നത്. റയലിനെ സംബന്ധിച്ചിടത്തോളം ആസ്നലിൻ്റെ പ്രസ്സിങ് വരുമ്പോൾ എന്താ ചെയ്യണമെന്നുള്ളൊരു ധാരണയില്ല. പിന്നെ നമ്മൾ മത്സരത്തിൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് നടത്തിയത് റയൽ മാഡ്രിഡ് ആയിരുന്നു. ഒരു ത്രോയിനിൽ നിന്ന് എംബാപ്പയുടെ ഔട്ട് സൈഡ് ദ ബോക്സ് എന്നുള്ളൊരു അറ്റംപ്റ്റ്. പക്ഷെ പിന്നെ നമ്മൾ ഈ നിക്കോയോവറിൻ്റെ തന്ത്രങ്ങൾ സെറ്റ് പീസുകളിൽ നിന്ന് വെക്കാമെന്ന് നമുക്ക് കാണാൻ സാധിച്ചു. അത് 6ാമത്തെ മിനിറ്റിൽ കോർണർ ലഭിക്കുകയാണ് ആസ്നൽ. ആ കോർണർ ലഭിക്കുന്നത് തന്നെ ഭയങ്കര രസമാണ്. അത് ബുക്കായോ സാക്ക റൈറ്റ് സൈഡിൽ നിന്ന് ബോക്സിൽ ക്രോസ് കൊടുക്കുമ്പോൾ റുഡിഗറിൻ്റെ ക്ലിയറൻസ് അത് കമങ്കിൽ തട്ടിയിട്ടൊക്കെയാണ് കോർണർ ആകുന്നത്. അങ്ങനെ ആദ്യത്തെ കോർണർ തിബോ കോർട്ടുവ സേവ് ചെയ്യുന്നു. വീണ്ടും കോർണർ. ആ കോർണർ രണ്ടാമത്തെ കോർണർ വരുമ്പോൾ അത് തോമസ് പാർട്ടിയുടെ തലയിൽ തട്ടിയിട്ട് ഹെഡ് ചെയ്തിട്ട് അത് വലയിലേക്ക് പോകുന്നത് സലീബയിൽ തട്ടിയിട്ടാണ് അവിടെ റയൽ മാഡ്രിഡ് രക്ഷപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നത്. എന്നാലോചിച്ച് നോക്കിയാൽ അവിടെ റയൽ മാഡ്രിഡിൻ്റെ ആ ഒരു സെറ്റ് പീസ് വൾണറബിലിറ്റി നമ്മൾ വീണ്ടും കാണാനാണ്. റൈറ്റ് ബാക്കായിട്ട് മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫെഡെ വാൽവേർദെയാണ്. ലീക്ക് ആയിട്ടുണ്ടായിരുന്ന ആ ലൈനപ്പിൽ വാസ്കസ് സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഫെഡെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മിഡ്ഫീൽഡിൽ ലുക്കിറ്റ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കമവിങ്കോക്കൊപ്പം. പിന്നെ ജൂഡ് ബെല്ലിംഗാമും ആ ഒരു ബാക്കിയുള്ള യൂഷ്വൽ സസ്പെക്റ്റുകളാണ് റൈറ്റ് സൈഡിൽ റോഡ്രിഗോ. അപ്പോൾ ഇവിടെ എന്താണ് കോമ്പാക്റ്റായിട്ട് ഫസ്റ്റ് ഹാഫിൽ ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് റയൽ മാഡ്രിഡിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത്. മോശമില്ലാത്ത രീതിയിൽ അവർ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്, മോശമില്ലാത്ത രീതിയിൽ. പിന്നെ 1-2 നല്ല കൗണ്ടർ അറ്റാക്കിംഗ് സിനാരികൾ അവർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ അവർക്ക് മുതലെടുക്കാനും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരുടെ ഉദ്ദേശം അതായിരുന്നു, കോമ്പാക്റ്റ് ഡിഫെൻഡ് ചെയ്തിട്ട് പിന്നെ ആസലിനെ കൗണ്ടറിലൂടെ ത്രട്ടൻ ചെയ്യുക എന്നുള്ളത്. പക്ഷേ സെക്കൻഡ് ഹാഫ് ആയപ്പോൾ ഗെയിം പ്ലാൻ അങ്ങോട്ട് തകിടം മറിഞ്ഞു. മാത്രമല്ല കാർലോ ആൻചെലോട്ടിയൊക്കെ മത്സരത്തിന് ശേഷം പറയുന്നത് വെച്ചാൽ ആ ഒരു 60 മിനിറ്റിന് ശേഷം ഫിസിക്കലിയും മെൻ്റലിയും ടീം ഡ്രെയിൻഡ് ആയി പോയെന്നുള്ളത്. അത് യൂഷ്വലി നമുക്ക് റയൽ മാഡ്രിഡ് പ്ലേയേഴ്സിൽ അസോസിയേറ്റ് ചെയ്ത് സംസാരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സംഭവമല്ലല്ലോ. പക്ഷേ അതാണ് സംഭവിച്ചത്. ആസ്നലിൻ്റെ ആ ഒരു മെൻറ്റാലിറ്റിക്ക് മുമ്പിൽ റയൽ മാഡ്രിഡ് പതറി. അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഫസ്റ്റ് ഹാഫിലെ മറ്റു ചില മൊമെൻറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ 12ാമത്തെ മിനിറ്റിലുള്ള ആസ്നലിൻ്റെ ഒരു മൂവ് ഉണ്ടായിരുന്നു, ഒരു സംഭവം. അത് ആ 3ാമത്തെ ഗോളും 12ാമത്തെ മിനിറ്റിലെ ആ ഒരു മൂവും തമ്മിൽ ഒരു സാമ്യമുണ്ട്. അപ്പോൾ റയൽ മാഡ്രിഡ് ഒരു തരത്തിലും പ്രസ് ചെയ്യുന്നില്ല.
ഒരു എഫേർട്ടും പ്രത്യേകിച്ച് ഒരു 4-4-2 രീതിയിലാണല്ലോ അവർ ഓഫ് ദ ബോൾ ഇരിക്കുന്നത്. രണ്ട് സ്ട്രൈക്കർമാർ എംബാപ്പെ ആണെങ്കിലും വിനി ആണെങ്കിലും അവന്മാരുടെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള പ്രസ്സിങ്ങും ഇല്ല. അത് വേറെ കാര്യം. ഒടുക്കത്തെ പണിയെടുക്കണം. അപ്പോൾ ഈ രീതിയിൽ 2 ലക്ഷറി പ്ലേയേഴ്സിനെ ഓഫ് ദ ബോൾ വെച്ച് കഴിഞ്ഞാൽ അത് പണിയെടുക്കണം ഈ ഫ്രണ്ട് പ്ലേയേഴ്സ്, അല്ലെങ്കിൽ നല്ല പണി കിട്ടും ഇമാതിരി ഗെയിമുകളിൽ. അപ്പോൾ അങ്ങനെ ലൂയിസ് കെല്ലി ഡിഫൻസും ബോൾ റിസീവ് ചെയ്തിട്ടേ കാര്യമായിട്ട് പ്രസ്സൊന്നുമില്ല റയലിൻ്റെ ഭാഗത്ത് നിന്ന്. പ്രസ് ചെയ്തിട്ട് ആൾ മിഡ്ഫീൽഡിൽ ആ ബോൾ റിസീവ് ചെയ്തിട്ട് പോയിട്ട് ഡ്രൈവ് ചെയ്ത് പോകുകയാണെന്ന് ഡെക്ലൻ റൈസിന് ലെഫ്റ്റ് സൈഡ് നമ്പർ 8 ആയിട്ടുള്ള ഡെക്ലൻ റൈസിന് കൊടുക്കുന്നു. ഡെക്ലൻ റൈസ് ലെഫ്റ്റ് വിങ്ങർ ആയിട്ടുള്ള മാർട്ടിനിലേക്ക് കൊടുക്കുന്നു. ഡെക്ലൻ റൈസ് ബോക്സിലേക്ക് റൺ നടത്തുകയാണ്. ലൂയിസ് കെല്ലി പുറകിലൂടെ വരുന്നുണ്ട്. ലൂയിസ് കെല്ലിയെ ട്രാക്ക് ചെയ്തിട്ട് ആരുമില്ല. അങ്ങനെ ഇത്തവണ എന്ത് ചെയ്തെന്ന് വെച്ചാൽ മാർട്ടിനലി ബോക്സിങ്ങിലേക്ക് പോയിട്ട് വയലിൻ്റെ അടുത്ത് എത്തിയതിനു ശേഷം അവർ കട്ട് ബാക്ക് കൊടുത്തു. അത് ഡിഫെൻഡ് ചെയ്തു. പക്ഷേ അത് തോമസ് പാർട്ടിയുടെ ഒരു ഷോട്ടിലാണ് അവസാനിച്ചത്. നേരെ കോർട്ടയുടെ കയ്യിലേക്ക് പോയി. ഇതേ രീതിയിൽ തന്നെയാണ് ആ ഒരു 3ാമത്തെ ഗോൾ വന്നത്. അപ്പം നേരെ ഞാൻ ആ 3ാമത്തെ ഗോൾ വന്നത് എങ്ങനെയാണെന്ന് പറയാം. അതിൽ അഗെയിൻ തോമസ് പാർട്ടിയൊക്കെ ഇങ്ങനെ ബോൾ ഇങ്ങനെ ഹാഫിലിൻ്റെ അടുത്ത് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് പ്രസ്സിന് വേണ്ടിയിട്ട്. ആര് പ്രസ് ചെയ്യുന്നില്ല, അത് വേറെ കാര്യം. എന്നാൽ പിന്നെ പ്രസ് ചെയ്യുന്നില്ലെങ്കിൽ, അതാണ് ഉദ്ദേശമെങ്കിൽ തീരെ പ്രസ് ചെയ്യാണ്ടിരിക്കുക. കുറച്ച് നേരം ഇങ്ങനെ ബോളായിട്ട് വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ 2-0 ലീഡ് ഉണ്ടല്ലോ. പിന്നെ അത് ബാക്കിലേക്ക് കൊടുത്തപ്പോൾ ഈ വിനി ജൂനിയറും എംബാപ്പയും പ്രസ് ചെയ്യാനുള്ള ശ്രമം നടത്തുക. അതായത് ഹാഫ് ഹാർട്ടഡ് പ്രസ്. അതിനെ പ്രസ് ഒന്നും വിളിക്കാൻ പറ്റില്ല, പ്രേ എന്നേ വിളിക്കാൻ പറ്റുള്ളൂ. അതിന് പ്രസ് ഒന്നും വിളിക്കാൻ പറ്റില്ല. അപ്പോൾ അതെന്താ ആ സംബന്ധിച്ചോളം അവർ വിചാരിച്ച പോലെ തന്നെയാണ്. അങ്ങനെ ഒന്ന് മുമ്പോട്ടേക്ക് കയറി വരണം എന്നുള്ള തന്നെയാണ് അവരുടെ ഉദ്ദേശം ഉണ്ടായിരുന്നത്. അങ്ങനെ ഡേവിഡ് റായ്ക്ക് പാസ് കൊടുക്കുന്നു. ഡേവിഡ് റായൊക്കെ ഇങ്ങനെ ബോക്സിൻ്റെ ഒക്കെ പുറത്തേക്ക് കയറി നിൽക്കുകയാണ്. ഒരു പ്രശ്നമില്ലല്ലോ, കാരണം ഒരു തരത്തിലും ത്രെട്ടൻ ചെയ്യുന്നില്ലല്ലോ റയൽ മാഡ്രിഡ്. അങ്ങനെ ഡേവിഡ് റായ തോമസ് പാർട്ടിക്ക് കൊടുക്കുകയാണ്. വിനി ജൂനിയർ പുറകിൽ തോമസ് പാർട്ടി നിൽക്കുന്നുണ്ട്. തോമസ് പാർട്ടി ആ ബോൾ ഡെക്ലൻ റൈസിന് കൊടുക്കുകയാണ്. ലെഫ്റ്റ് സൈഡ് ആ ഒരു ഏരിയയിലേക്ക്, ആ ഹാഫ് വെലിൻ്റെ അടുത്ത് ഡെക്ലൻ റൈസ് ഇങ്ങനെ ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്. ഈ ലൂയിസ് കെല്ലിയുടെ പൊസിഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഈ റോഡ്രിഗോക്ക് എവിടെ ആരെ മാർക്ക് ചെയ്യണമെന്നുള്ളതിൻ്റെ ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. കാരണം ലൂയിസ് കെല്ലി ആ ഒരു ഇൻവേർട്ട് ചെയ്തിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കല്ലേ മിഡ്ഫീൽഡിൽ. അപ്പോൾ ഇവിടെ ഡെക്ലൻ റൈസ് സംബന്ധിച്ചോളം ഇഷ്ടം പോലെ സ്പേസ്. പുള്ളിക്കാരൻ വിചാരിച്ചു വെച്ചാൽ പിന്നെ അങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് പോകാനുള്ളത്. അതായത് നമ്മൾ ആ ഒരു 12ാമത്തെ മിനിറ്റിൽ കണ്ടതിൻ്റെ ഒരു സംഭവം തന്നെ, ഡ്രൈവ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഇത്തവണ ലെഫ്റ്റ് സൈഡിൽ ട്രൊസാർഡാണ്. ഡ്രൈവ് ചെയ്ത് പോയിട്ട് ട്രൊസാർഡിന് കൊടുക്കുന്നു. അദ്ദേഹത്തെ പിടിച്ചാൽ കിട്ടുന്നില്ല, അദ്ദേഹത്തിൻ്റെ കൂടെ ഓടി എത്തുന്നില്ല ഡെക്ലൻ റൈസിൻ്റെ കൂടെ. അങ്ങനെ ട്രൊസാർഡ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 12ാമത്തെ മിനിറ്റിൽ മാർട്ടിനലി ബൈലിൻ്റെ അടുത്തേക്ക് പോയിട്ടാണ് കട്ട് ബാക്ക് കൊടുത്തതെങ്കിൽ ട്രൊസാർഡ് ഈ ലൂയിസ് കെല്ലിയുടെ വരവ് കാണുകയാണ്. ലൂയിസ് കെല്ലി അപ്പോഴും വന്നിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും വരുന്നുണ്ട്. നിരവധി തവണ അദ്ദേഹം ഈ മത്സരത്തിൽ വന്നിട്ടുണ്ട്. ലൂയിസ് കെല്ലി കൊടുക്കുന്നു. ലൂയിസ് കെല്ലിക്ക് വേണമെങ്കിൽ ഗ്ലോറിക്കായിട്ട് വേണമെങ്കിൽ അവിടെ നിന്ന് ഒരു അറ്റംപ്റ്റ് നടത്താം. കാരണം ബോക്സിൻ്റെ പുറത്ത് ലെഫ്റ്റ് സൈഡിലാണ് ചങ്ങായി ഉള്ളത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു കമ്പോഷർ, 18 വയസ്സുള്ള ചങ്ങായിയുടെ കമ്പോഷർ നമ്മളവിടെ കാണുകയാണ്. മെരീനോയുടെ മൂവ്മെൻറ്റ് അവിടെ മികച്ചതാണ്. മെരീനോയെ കാണുന്നു, മെരീനോക്ക് പാസ് കൊടുക്കുന്നു. മെരീനോയുടെ ഫസ്റ്റ് ടച്ച് ഫിനിഷ് ഉണ്ടല്ലോ, അതിങ്ങനെ സ്പിൻ ചെയ്തിട്ട് ഇങ്ങനെ പോകുന്നത് കാണാൻ തന്നെ ഭയങ്കര രസമായിരുന്നു. ബ്യൂട്ടിഫുൾ ഫിനിഷ്, ബ്യൂട്ടിഫുൾ ഗോൾ. ലൂയിസ് കെല്ലി അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ് 18ാമത്തെ വയസ്സിൽ. ഈ സീസണിലാണ് അദ്ദേഹത്തിൻ്റെ ഡെബ്യൂ നടന്നിട്ടുള്ളത്. ഒരുപാട് ഇഞ്ചുറി പ്രശ്നങ്ങൾ ആദ്യം സംഭവിച്ച സാഹചര്യത്തിലാണ് ലൂയിസ് കെല്ലിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ടീമിലേക്ക്. അതൊരു വല്ലാത്തൊരു തീരുമാനമായി പോയി. ആളുടെ നമ്പേഴ്സ് നമ്മൾ നോക്കിയാൽ, ഞാൻ വേറെ ആരുടെയും നമ്പേഴ്സ് പറയുന്നില്ല, ലൂയിസ് കെല്ലിയുടെ നമ്പേഴ്സ് എക്സെപ്ഷനാണ്. 100% ടാക്കിൾസ് വിൻ ചെയ്തു, 100% ഡ്രിബിളുകൾ കംപ്ലീറ്റ് ചെയ്തു, 95% പാസിംഗ് ആക്യുറസി, 4 ഡ്യൂലുകൾ വിൻ ചെയ്തു, 2 കീ പാസസ്, ഒരു ക്ലീൻ ഷീറ്റ് സ്വന്തമാക്കുന്നതിൽ അദ്ദേഹത്തിന് പങ്കുണ്ട്. കാരണം ഡിഫൻഡറാണ്, ഒരു അസിസ്റ്റ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ബ്രേവറി, അത് മറ്റൊരു ചാൻസിൽ നമ്മൾ കണ്ടതാണ് സെക്കൻഡ് ഹാഫിൽ. അതായത് ആ 2ാമത്തെ ഫ്രീ ഗോൾ ഡെക്ലൻ റൈസ് അടിക്കുന്നതിന് മുമ്പ് റയൽ മാഡ്രിഡ് കംപ്ലീറ്റ്ലി ഷാറ്റഡ് ആണ്. അവർക്ക് എങ്ങനെയൊക്കെയോ അവർ സർവൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തിബോ കോർട്ടുവാണ് രക്ഷകെത്തുന്നത്, ഗോൾ ലൈൻ ക്ലിയറൻസും കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ. അപ്പോൾ ഈ ലൂയിസ് കെല്ലി ബോക്സിൻ്റെ പുറത്ത് ലെഫ്റ്റ് സൈഡിൽ ബോൾ റിസീവ് ചെയ്തപ്പോൾ ആൾ കണ്ട് ഡ്രിബിൾ ചെയ്ത് പോകാൻ തീരുമാനിച്ചു. വിനി ജൂനിയർ ഉണ്ട് അതിനടുത്ത്, കമവിങ് ഉണ്ട് അതിനടുത്ത്. ഇവർ രണ്ടുപേരും നോക്കി നിൽക്കുക, ചങ്ങായി മറികടന്ന് പോവുകയാണ്. ഫെഡയുടെ കാലിൻ്റെ ഇടയിലൂടെ അദ്ദേഹം പാസ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അത് അദ്ദേഹത്തെ മറികടന്ന് പോകാൻ ശ്രമിച്ചാണ്. അപ്പോൾ അവിടെ മാർട്ടിനെല്ലി ഉണ്ട്. മാർട്ടിനെല്ലി ഒരു അറ്റംപ്റ്റ് നടന്നു, അത് തിബോ കോർട്ടോ സേവ് ചെയ്യുന്നു. റീബൗണ്ട് എന്ന് വീഴുന്നത് മെരീനോയുടെ കാലിലേക്കാണ്. മെരീനോ നല്ലൊരു അറ്റംപ്റ്റ് നടത്തുന്നു, അത് അലാബ ഗോൾ ലൈൻ ക്ലിയറൻസ് നടത്തുകയാണ്. വീണ്ടും ആ ബോൾ മെരീനോയിൽ തന്നെ വന്ന് വീഴുന്നു. മെരീനോ ചെസ്റ്റാണൊക്കെ ചെയ്തിട്ട് നല്ലൊരു വോളി അറ്റംപ്റ്റ് നടത്തുന്നു. തിബോ കോർട്ടോ പറന്ന് സേവ് ചെയ്യുന്നു. എന്താണിത്? തിബോ കോർട്ടോ ഈ ടീമിനെ പിടിച്ചു നിർത്താൻ ആവുന്നോളം ശ്രമിച്ചു, പക്ഷെ നടപടി വന്നില്ല. എന്നിട്ടോ അത് വീണ്ടും കോർണറിലാണ് കലാശ് എന്നാണ് എൻ്റെ ഓർമ്മ. അത് ഡെക്ലൻ റൈസിൻ്റെ മറ്റൊരു അറ്റംപ്റ്റിലാണ് കലാശ് ഉണ്ടായിരുന്നത്. അത് അഗെയിൻ ഗോൾ ലൈൻ ക്ലിയറൻസ്, അത്ര വനത്തിലൂടെ എല്ലാം ചങ്ങ അടിച്ചിട്ടുണ്ടായിരുന്നു, അത്ര ഫോഴ്സ് ഉണ്ടായിരുന്നില്ല. അഗെയിൻ ഗോൾ ലൈൻ ക്ലിയറൻസ് നടത്തുന്നത് ജൂഡ് ബെല്ലിംഗാമാണ്. അവിടെ പിന്നെയാണ് ഫ്രീ കിക്ക് ഗോൾ നമ്മൾ കാണുന്നത്. അതിൽ അസാക്ക ഫ്രീ കിക്ക് വിൻ ചെയ്യുന്നു, ഡെക്ലൻ റൈസ് അടിക്കുന്നു. അപ്പോൾ ലൂയിസ് കെല്ലി ഒരു രക്ഷയുണ്ടായിരുന്നില്ല എന്നതാണ്. അതുപോലെ തന്നെ തോമസ് പാർട്ടിയുടെ പെർഫോമൻസിനെ കുറിച്ച് ചിലപ്പോൾ അധികം ആളുകൾ സംസാരിക്കില്ല, പക്ഷേ ആൾ ഗ്ലൂ ആയിരുന്നു ആ ടീമിൻ്റെ. ആ ഒരു അറ്റാക്കിൻ്റെയും ഡിഫൻസിൻ്റെയും ഇടയിൽ ആൾ വഹിച്ചിട്ടുള്ളൊരു പങ്ക്. കാരണം ആൾ പഴയ അത്ലറ്റിക്കോ മാഡ്രിഡ് പ്ലെയറാണ്, ആൾക്ക് ഡാർബിയിൽ കളിച്ചതിൻ്റെ പരിചയമുണ്ട്.
ഇഞ്ചുറിയും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെ കാര്യമായിട്ട് അലറ്റിട്ടൊക്കെ ഉണ്ട് അല്ലേ, അതൊക്കെ നമുക്കറിയുന്നതാണ്. പക്ഷേ ഓൺ ഹിസ് ഡേ ആൾ രക്ഷയില്ലെന്നാണ്, ഒരു പ്രോപ്പർ ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ്. അത് നമുക്ക് കാണാനും സാധിച്ചു ഈ മത്സരത്തിൽ. ഇന്നലെ അദ്ദേഹത്തിൻ്റെ ദിവസമായിരുന്നു, അമ്മാതിരി പെർഫോമൻസ് പുൾ ഓഫ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ തന്നെ 30ാമത്തെ മിനിറ്റിലാണ് ആ ഒരു എംബാപ്പയുടെ ചാൻസിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചത്. അതിൽ മോശമില്ലാത്ത രീതിയിലൊന്ന് പ്രസ് ചെയ്തു റയൽ മാഡ്രിഡ്. ജൂഡും വിനിയും കൂടിയിട്ട് ടിംബർ നടന്ന് ബോൾ വിൻ ചെയ്യുന്നു. അതിൽ പിന്നെ ആ സീക്വൻസിന് തൊട്ട് മുമ്പ് എന്താ സംബന്ധിച്ചാൽ വിനി ജൂനിയർ മോശം പാസിയുടെ പൊസിഷൻ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തിരിച്ചു പിടിക്കാനാണ് ആളും പ്രസ് ചെയ്തിട്ടാണ് ജൂഡ് വന്നിട്ട് പൊസിഷൻ വിൻ ചെയ്തിട്ടാണ് ആ ഒരു പാസ് എംബാപ്പയ്ക്ക് ലെഫ്റ്റ് ചാനലിലൂടെ റൺ ചെയ്തിട്ടുള്ള എംബാപ്പയ്ക്ക് കൊടുത്തിരുന്നത്. അപ്പോൾ ഈ ഡിഫൻസിന് പുറകിലുള്ള റണ്ണുകൾ കാര്യമായിട്ടൊന്നും ഇവർക്ക് നടത്താൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. റയൽ മാഡ്രിഡ് വിചാരിച്ചത്ര നടക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ എന്താണ്, ഹാഫ് ടൈമിലേക്ക് പോകുന്നതിന് മുമ്പ് തിബോ കോർട്ടോയുടെ ഡബിൾ സേവ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ ടിംബറിൻ്റെ റൈറ്റ് ഹാഫ് സ്പേസിലുള്ള ക്രോസ്, ഡെക്ലൻ റൈസിൻ്റെ ഹെഡർ, അത് തിബോ സേവ് ചെയ്യുന്നു. മാർട്ടിനലിയുടെ റീബൗണ്ട് അറ്റംപ്റ്റ് അതും തിബോ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മത്സരത്തിൽ മൊത്തം അറ്റംപ്റ്റുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആഴ്സണൽ 12 അറ്റംപ്റ്റുകൾ നടത്തി, അതിൽ 11 ടാർഗറ്റിലേക്ക് അടിച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. റയൽ മാഡ്രിഡ് 9 അറ്റംപ്റ്റുകൾ നടത്തി, അതിൽ 3 ടാർഗറ്റ് അടിച്ചത്. ഇതിൽ തന്നെ സെക്കൻഡ് ഹാഫിൽ റയൽ മാഡ്രിഡ് ആകെ 3 അറ്റംപ്റ്റുകളെ നടത്തിയിട്ടുള്ളൂ. 3 അറ്റംപ്റ്റുകൾ. പിന്നെ ആഴ്സണൽ 7 അറ്റംപ്റ്റുകൾ നടത്തിയത് 7 അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ. ഇനി മറ്റൊരു സംഭവം ഞാൻ പറയാം, എങ്ങനെയാണ് ഈ പിന്നെ കൗണ്ടർ അറ്റാക്കിങ് സംഭവങ്ങളൊക്കെ കളഞ്ഞു കുളിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിൽ വിനി ജൂനിയർ 51ാമത്തെ മിനിറ്റിൽ ഒരു കൗണ്ടർ അറ്റാക്കിങ് അവസരം. വിനി ജൂനിയർ ലെഫ്റ്റ് ചാനലിലൂടെ ബോളുമായിട്ട് പോവുകയാണ്. അപ്പോൾ ആഴ്സണലിൽ 3-4 പ്ലേയേഴ്സേ അവിടെ ഉള്ളൂ. അതിനെ അധികമാണ്. ആഴ്സണലിൽ നിന്ന് ബോൾ നഷ്ടപ്പെട്ടുള്ള ഒരു അവസരമാണല്ലോ. പക്ഷേ പിന്നെ വിനിക്ക് അവിടെ എംബാപ്പയ്ക്ക് കുറച്ചുകൂടെ നേരത്തെ പാസ് കൊടുക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു, അത് അദ്ദേഹം കാണുന്നില്ല. പിന്നെ എംബാപ്പയ്ക്ക് പാസ് കൊടുത്തപ്പോഴത്തേക്കും ലേറ്റായി. അപ്പോഴേക്കും ആഴ്സണൽ അങ്ങോട്ട് ഷേപ്പിലേക്ക് വരികയാണ്. അതൊന്ന് ഭയങ്കര റിക്കവറികളാണ് അവർ നടത്തുന്നത്. പിന്നെ ലുക്കിറ്റേക്ക് പോകുന്നു. ലുക്കിറ്റേക്ക് പിന്നെ വേറെ വഴിയൊന്നുമില്ല, മുമ്പിലേക്ക് കൊടുക്കാൻ പറ്റില്ല, സൈഡിലേക്ക് കൊടുക്കുന്ന ഒരു അവസരം കാണുന്നു. അപ്പോൾ അവിടെയുള്ള ആഴ്സണലിൻ്റെ ആ ഒരു ഷേപ്പ് അവർ വീണ്ടെടുത്തത് ഭയങ്കര രസമാണ്. അതുപോലെ 61ാമത്തെ മിനിറ്റിൽ വിനി ജൂനിയർക്ക് മറ്റൊരു അവസരം ഉണ്ടായിരുന്നു, ഒരു കൗണ്ടർ അറ്റാക്കിൽ. അപ്പോൾ അതിൽ റയൽ മാഡ്രിഡ് വിൻ ചെയ്യുന്നു. ബോൾ കമങ്കയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ബോക്സിൽ ബോൾ വിൻ ചെയ്യുന്നു. കമങ്കയാണോ അലാബയാണെന്നുള്ള ഓർമ്മയില്ല. എന്തായാലും ലെഫ്റ്റ് വിങ്ങിലൂടെ പോവുകയാണ്. വിനി ജൂനിയറുടെ പാസ് നേരെ ആഴ്സണൽ പ്ലെയറിലേക്കാണ് പോയത്. മോശം പാസ്. അപ്പോൾ കൗണ്ടർ അറ്റാക്കിങ്ങിൻ്റെ സിനാരിയോകൾ കിട്ടുമ്പോൾ അതിൽ പ്രെസിഷൻ പാസിലില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ്. അതാണ് നമുക്ക് ഈ മത്സരത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെന്താ, സാക്കയ്ക്ക് ഒരു നോക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഫൗളുകൾ വാങ്ങിക്കൂട്ടുന്നുണ്ടായിരുന്നല്ലോ. അങ്ങനെ 74ാമത്തിൽ ചങ്ങനെ പിൻവലിക്കുമ്പോൾ സ്റ്റാൻഡിംഗ് ഒവേഷൻ കിട്ടുന്നു. ട്രൊസാഡാണ് വന്നിട്ടുണ്ടായിരുന്നു. ട്രൊസാഡ് ലെഫ്റ്റിൽ കളിക്കുന്നു. മാർട്ടിനൽ പിന്നെ റൈറ്റ് വിങ്ങിലേക്ക് നീങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് മുമ്പ് ലുക്കിറ്റയെ പിൻവലിച്ചിട്ട് വാസ്കസിനെ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ട് ഫെഡയെ ആ മിഡ്ഫീൽഡിലേക്ക് നീക്കി നോക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ലുക്കിറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ടാക്കിളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കമവിംഗൊക്കെ ഫസ്റ്റ് ഹാഫിൽ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ആഴ്സണലിൻ്റെ പല അറ്റാക്കിനെയും അദ്ദേഹം തടയുന്നുണ്ടായിരുന്നു, ടാക്കിളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട്. ഫെഡെ ഇൻ്റർസെപ്ഷനും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. പക്ഷേ ഫെഡയും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു മത്സരത്തിൽ. പിന്നെ മിഡ്ഫീൽഡിലേക്ക് നീങ്ങി. പക്ഷേ എന്താണ്, ആ ഒരു ചേഞ്ച് ട്രൊസാഡ് വന്ന് ഉടനെ തന്നെയാണ് ഈ 75ാമത്തെ മിനിറ്റിൽ ഈ ഒരു ഗോൾ വന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ മെറിനോയുടെ ഗോൾ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു പ്രസ്സിംഗ് ഇല്ലായ്മയൊക്കെ നമുക്ക് കാണാൻ പറ്റിയതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണ്. പിന്നീട് 85ാമത്തെ മിനിറ്റിലാണ് റോഡ്രിഗോനെ മാറ്റി ഇബ്രാഹിമിനെ കൊണ്ടുവരുന്നത്. റോഡ്രിഗോയുടെയൊക്കെ വളരെ മോശം പെർഫോമൻസ്. റോഡ്രിഗോ ട്രഡീഷണലി ഒരു ലെഫ്റ്റ് വിങ്ങറാണ്, പക്ഷേ റൈറ്റ് വിങ്ങിലാണ് അദ്ദേഹം കളിക്കുന്നത്. റൈറ്റ് വിങ്ങിൽ കളിച്ച് ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ എന്താണ്, ആൾക്ക് ഡിഫൻസീവ് ഡ്യൂട്ടി കുറേ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ലൂയിസ് കെല്ലിയുടെ പൊസിഷൻ അദ്ദേഹത്തിന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. വളരെ ഈസിലി ലൂയിസ് കെല്ലിയൊക്കെ അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. റോഡ്രിഗോക്കൊന്നും ഒരു തേങ്ങയും ചെയ്യാൻ പറ്റാത്ത മത്സരമാണ്. ആ ഒരു ഫ്രണ്ട് ത്രീയിൽ 1-2 അറ്റംപ്റ്റ് നടത്തിയത് എംബാപ്പയാണ്. വിനിയുടെയൊക്കെ ക്രോസൊക്കെ എവിടേക്കോ പോകുന്നുണ്ടായിരുന്നു. വിനിയുടെ ഏറ്റവും മോശം പെർഫോമൻസുകളിൽ ഒന്നാണ് നമുക്ക് ഈ മത്സരത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെന്താ, ഇൻവൈറ്റിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ടിംബറിനെ മാറ്റിയിട്ട് ഡെക്ലൻ റൈസിനെ മാറ്റിയിട്ടുണ്ടായിരുന്നു. ചെറിയ നോക്ക് ചങ്ങായം കിട്ടിയിട്ടുണ്ടായിരുന്നു. ടിയർനി വന്നിട്ട് ആ ഒരു മിഡ്ഫീൽഡിൽ ഒരു പണിയെടുത്തിട്ടുണ്ടായിരുന്നു. മത്സരത്തിൻ്റെ അവസാന സാഹചര്യങ്ങളിൽ ഗുലേറിനെയോ എൻട്രിക്കിനെയോ ഒന്നും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഏപ്രിൽ മാസത്തിലും റയലിനെ സംബന്ധിച്ചോളം അവരുടെ ടീമിലെ ബാലൻസ് ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പലരെയും ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് പെരസിൻ്റെ സ്ട്രാറ്റജി ട്രാൻസ്ഫർ മാർക്കറ്റിലേത്, അതിനെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യണം ഈ സീസണിലേത്. പിന്നെ ട്രാൻസ്ഫേഴ്സ് നടത്താത്തത് ബോർഡാണ്. അതിന് നമുക്ക് കാർലോ അഞ്ചലോട്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പക്ഷേ കാർലോ അഞ്ചലോട്ടിയുടെ ടാക്ടിക്സിനെ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം വളരെ ഡിഫിക്കൽട്ടായ ഒരു സംഭവമാണ് വിനി ജൂനിയറിനെയും എംബാപ്പയും റോഡ്രിഗയും ജൂഡ് ബെല്ലിങ്ങാമിനെയൊക്കെ ഒരു ടീമിൽ കളിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അതിൽ ബാലൻസ് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. ഇപ്പോൾ സബയോസ് വന്നപ്പോൾ ആ മിഡ്ഫീൽഡിൽ കുറച്ചുകൂടെ ബാലൻസ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആബ്സെൻസിൽ അതൊരു പ്രശ്നമായിട്ട് തന്നെ തുടരുകയാണ്. പിന്നെ ആ ഒരു ഫുൾ ബാക്ക് ഏരിയയിൽ ഫെഡയെ കളിപ്പിക്കുന്നതോട് കൂടിയിട്ട് എന്താണ്, മിഡ്ഫീൽഡിൽ ഫെഡയുടെ ആബ്സെൻസ് ആണ് നമ്മൾ കാണുന്നത്. പക്ഷേ വേറെ വഴിയില്ല. വാസ്കസിനെ കളിപ്പിച്ച് കഴിഞ്ഞാൽ പണി പാലും വെള്ളത്തിൽ കിട്ടും. ഇവിടെ ഫെഡയെ കളിപ്പിച്ചിട്ട് തന്നെ പണി കിട്ടി. അപ്പോൾ അവിടേക്ക് ഒരു ഫുൾ ബാക്കിനെ ഈവൻ ആ ഒരു ജാനുവരി ട്രാൻസ്ഫറിൽ പോലും ടാർഗറ്റ് ചെയ്യാത്തതൊക്കെ ഒരു പ്രശ്നമാണ്. അതൊക്കെ ബോർഡിൻ്റെ പ്രശ്നമാണ്. പക്ഷേ കാർലോ അഞ്ചലോട്ടിയുടെ പ്രശ്നം എന്താ വെച്ചാൽ ഫോർട്ടിയെ പോലെ അഗ്വാഡയെ പോലെയുള്ള പ്ലേയേഴ്സിനൊക്കെ ഒരു അവസരം കൊടുത്തിരുന്നെങ്കിൽ, പാസൻസിയൊക്കെ അവസരം കൊടുത്ത പോലെ അവർക്കൊക്കെ ഒരു അവസരം കൊടുത്തെങ്കിൽ അവർ ചിലപ്പോൾ ഫ്ലറിഷ് ചെയ്തേനെ. അത് കാർലോ അഞ്ചലോട്ടിയുടെ പ്രശ്നമാണ്. അക്കാഡമിയെ ട്രസ്റ്റ് ചെയ്യാത്തത്. അസൻസിയോടെ 1-2 ക്ലിയറൻസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. റുഡിഗറിൻ്റെ ഒന്നും അത്ര നല്ല മത്സരമായിരുന്നില്ല. റയലിനെ സംബന്ധിച്ചോളം ഡിഫൻസീവിൽ ഒരു നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഒപ്പം എന്താണ്,
സ്ട്രക്ചറിൽ പ്രശ്നമുണ്ട്, പ്രസ്സിങ് ഇല്ല. ഓക്കെ, മിഡ് ബ്ലോക്കിൽ നിൽക്കുകയാണെങ്കിൽ ആ മിഡ് ഏരിയയിൽ പ്രസ് ചെയ്യണ്ടേ, അതില്ല. ആസിനെ സംബന്ധിച്ചിടത്തോളം വളരെ കംഫർട്ടബിൾ ഓൺ ദ ബോൾ. ആസിനാണെങ്കിൽ ഓപ്പൺ പ്ലേ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന സൈഡാണ്. പക്ഷേ അവർ ഈ മത്സരത്തിൽ കുറേ ക്രിയേറ്റ് ചെയ്ത് ഓപ്പൺ പ്ലേന്ന് ഒരു ജെനുവിൻ സ്ട്രൈക്കർ ഇല്ലാതെ പോലും ഒരു 3 ഗോൾ അടിച്ചിരിക്കുകയാണ്. അതിൽ ശരി 2 ഫ്രീ കിക്കിൽ നിന്നാണ് വന്നിട്ടുള്ളത്. പക്ഷേ സ്റ്റിൽ ഈ മെറീനോ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ ഗോൾ അദ്ദേഹത്തിൻ്റെ കരിയറിൽ അടിച്ചത് റയൽ മാഡ്രിഡിനെതിരെയാണ്. 4 ഗോളുകളായി. റയൽ സോസിഡാഡിൽ കളിക്കുമ്പോഴും ആൾ ഗോളുകൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ മെമ്മറബിൾ നൈറ്റാണ് ഗണ്ണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. ഇനി ഒരു ലെഗ് കൂടി ബാക്കിയുണ്ട്, അതിലെന്ത് സംഭവിക്കുന്നത് കാത്തിരുന്നാണ്. റയലിനെ സംബന്ധിച്ചിടത്തോളം കാർലോ അൻചെലോട്ടിയുടെ സമയം കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആരിനി പുതിയതായിട്ട് വരും, അതേപോലെ തന്നെ എങ്ങനെ പുതിയതായിട്ട് വരുന്ന മാനേജർ ഒരു ബാലൻസ് ആ ടീമിൽ കണ്ടെത്തുന്നതാണ്. അതിന് സൈനികൾ മസ്റ്റാണ്. അതേപോലെ തന്നെ ചിലരെയൊക്കെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ട്. ബാലൻസിനായിട്ട് എന്ത് ചെയ്യും പുതിയ മാനേജർ എന്നുള്ളത് അടുത്ത സീസണിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഈ സീസൺ കഴിയുന്നതുവരെ കാർലോ ഉണ്ടാകും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇനി എന്തെങ്കിലും ഡ്രാസ്റ്റിക് ഡിസിഷൻസ് എടുക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷേ റയലിനെ സംബന്ധിച്ചിടത്തോളം ബിഗ് മത്സരങ്ങളിൽ ഈ സീസണിൽ വളരെ മോശം പെർഫോമൻസ് കാഴ്ചിട്ടുണ്ട്. ഈവൻ വലൻസിയക്കെതിരെ പോലും കഴിഞ്ഞ മത്സരത്തിൽ വളരെ മോശമായിരുന്നു. റയൽ സോസിഡാഡിനെതിരെ മോശം പെർഫോമൻസ് ആയിരുന്നു. അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ ചാമ്പ്യൻസ് ലീഗിൽ അവർ കഴിച്ചലായതാണ് അല്ലേ, ഡബിൾ ടച്ച് പെനാൽറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിലെയും മെട്രോപൊളിറ്റാനിലെ പെർഫോമൻസ് വളരെ പ്രശ്നമായിരുന്നു. മിലാനെതിരെ, ബാഴ്സയ്ക്കെതിരെ ഒക്കെ അവർ സ്ട്രഗിൾ ചെയ്യുന്ന നമ്മൾ കണ്ടതാണ് അല്ലേ. അപ്പോൾ ബിഗ് ഗെയിംസ് ചോപ്പാണ്. ഈ സീസണിൽ തന്നെ 5 ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങൾ അവർ പരാജയപ്പെട്ടിട്ടുണ്ട്. 2001 അവർ അവസാനമായിട്ട് ഇത്രയധികം മത്സരങ്ങൾ ചാമ്പ്യൻസ് ലീഗ് പരാജയപ്പെട്ടുള്ളത്. ശരിയാണ്, കൂടുതൽ മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് റയൽ മാഡ്രിഡ്. പക്ഷേ അതും നല്ലൊരു സ്റ്റാറ്റല്ല റയൽ പോലുള്ള ഒരു ക്ലബിനെ സംബന്ധിച്ചോളം. ഇപ്പോഴും റയൽ മാഡ്രിഡിൻ്റെ കടുത്ത ആരാധകർ പ്രതീക്ഷിക്കുന്ന ഒരു മിറാക്കിൾ സെക്കൻഡ് ലെഗിൽ സംഭവിക്കുന്നതാണ്. മിറാക്കിൾ നടത്താൻ പറ്റുന്ന തരത്തിലൊരു ക്ലബ്ബൊക്കെ തന്നെയാണ്. പക്ഷേ എപ്പോഴും മിറാക്കിൾ നടക്കുമെന്നുള്ളത് വലിയ ചോദ്യചിഹ്നമാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം. ആസിൽ എന്തായാലും വല്ലാത്തൊരു ട്രെയിനുമായിട്ടായിരിക്കും വരിക പാർക്ക് ചെയ്യാനായിട്ട്. അപ്പം അവർ ഫ്രണ്ടിൽ നിന്നൊക്കെ പ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യും. അവിടെ റയൽ എന്തായാലും ഈ ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിനിൽ 4 ഗോളുകൾ ആസിൽ കൺസിഡർ ചെയ്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ 4 ഗോളുകൾ അടിച്ചിട്ട് വേണം ജയിക്കാനായിട്ട്. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.